ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തോടെടുത്തു വരുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൻ്റെ നന്മ തന്ന് നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ താങ്ങുകയും സഹായിക്കുകയും വചനം തന്ന് നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു. സംഖ്യ 14:8. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ പശ്ചാത്തലം കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കാം. കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ കടന്നു പോകുകയും അവർ തിരിച്ചു വന്ന് കനാൻ ദേശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ നിരാശാജനകമായ അഭിപ്രായമാണ് അവരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. അങ്ങനെ ദുഃഖപൂർണമായ ആ വർത്തമാനം കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ, കാലങ്ങൾക്ക് മുൻപ് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും ചെങ്കടലും മരുഭൂമിയും മാറായും യെരിഹോവും യോർദാനും ഒക്കെ അനുഭവിച്ച് കനാൻ ദേശത്തിൽ എത്തിച്ചേരാമെന്നുള്ള പ്രത്യാശയോടെ യാത്ര ചെയ്ത ഈ ജനം കനാൻ ദേശത്തോട് അടുക്കുമ്പോൾ അതൊരിക്കലും അനുഭവിക്കുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ കരസ്ഥമാക്കാൻ കഴിയത്തില്ലെന്ന് ആ വേദനയോടെ ആ വാർത്ത കേട്ടപ്പോൾ അവരാകെ തളർന്നുപോയി. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിനകത്ത് അതാണ് എഴുതിയിരിക്കുന്നത്. കുറെ പേര് വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഭൂരിഭാഗം പേര് പറഞ്ഞു, കനാൻ ദേശത്തിലേക്ക് കയറുവാൻ പറ്റത്തില്ല, ആ വാഗ്ദത്തത്തിൻ്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. 14-ാം വാക്യം പറയുന്നു, അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇതൊക്കെ വേദനയിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാണ്. ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത ഇടത്തേട്ട് എത്തിച്ചേരാൻ കഴിയത്തില്ല എന്ന് ചിന്ത വന്നപ്പോൾ ഭാരത്തോടെ പറയുകയാണ്. എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നത് ഇതിനെ 6-ാം വാക്യത്തിനകത്ത്, ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. അടുത്ത വാക്യമാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ആകുലതകളുടെയും മുൻപിൽ ഈ വാക്കുകൾക്ക്, യോശുവയുടെയും കാലേബിന്റെയും വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി വൈകി എന്ന് തോന്നുമ്പോൾ, ആഗ്രഹിക്കുന്നത് പോലെ നടക്കത്തില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ, പിശാച് ചില തടസ്സങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവയ്ക്കുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറി വരട്ടെ: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. അപ്പോൾ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ ജയിക്കുവാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളോടെ, ഒരുപാട് വേദനകളോടെ, പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉടയപ്പെട്ട് വേദനയോടെ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി
അനുകൂലമായി വെളിപ്പെടുവാനിടയായി തീരും. നാലുപാടും നിരാശയുടെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടും. എങ്ങനെ? യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. അവിടെ നിർത്തി ഞാൻ ഒരു ആലോചന പറയാം. പ്രതികൂലങ്ങളുടെ നടുവിൽ നടന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മാധുര്യമേറിയ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം വിട്ടുകളയാതിരുന്നാൽ, എന്നൊരിക്കൽ കൂടെ ആവർത്തിക്കാം, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ ദൈവത്തെ വിട്ടുമാറാതെ ദൈവപാദപീഠത്തോട് ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിശ്ചയമായിട്ടും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അത് പൂർത്തീകരണത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. നമുക്ക് കൈക്കരുത്തുണ്ടെങ്കിലെന്നല്ല, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലെന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ആഗ്രഹവും കനാൻ എന്ന് പറയുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് കാല് വയ്ക്കുവാനുള്ള പ്രതീക്ഷയും അത് പൂവണിയുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം? ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഈ പ്രഭാതത്തിൽ വലിയ വിഷയങ്ങളുടെ മുൻപിൽ ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, നാളുകൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. എങ്ങനെ? ദൈവം നമ്മിൽ പ്രസാദിക്കട്ടെ. ആരാണോ നിങ്ങൾക്കെതിരെ ആയുധവുമായി നിൽക്കുന്നത്, ആരാണോ നിങ്ങളെ ആ നിഗ്രഹത്തിലേക്ക് കാല് വയ്ക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്നത്, ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടും. എപ്പോഴാ? ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ. അപ്പോൾ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ട് യോശുവയും കാലേബും പറയുന്നത് ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മിൽ പ്രസാദിക്കേണ്ടതിന്. അങ്ങനെ താഴോട്ട് എഴുതിയിരിക്കുകയാ, പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന്. ആമേൻ. നാം കടന്നു പോകുമെന്നല്ല, നമ്മുടെ കാലിന്റെ ബലം കൊണ്ട് നമ്മൾ ഓടിക്കയറുമെന്നല്ല, ദൈവം നമ്മെ കൊണ്ടുചെല്ലും. പ്രിയരെ, തരത്തില്ല എന്ന് ശത്രു അവകാശം പറയുന്ന നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ഈ ജൂലൈ മാസം ദൈവം നമ്മെ കൊണ്ടുപോകുന്ന ദിവസങ്ങളായി മാറട്ടെ. ഞാൻ പറയാം, ദൈവം കൊണ്ടുചെന്നാൽ ഒന്നിനും വഴി തടയാൻ പറ്റത്തില്ല. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുചെല്ലുന്ന വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനായി തുടങ്ങും. അതൊരു പക്ഷെ നിങ്ങളുടെ ഭാവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാകാം, അല്ലെങ്കിൽ ജോലിയുടെ വിഷയമാകാം, ഭവനത്തിന്റെ വിഷയമാകാം. ആമേൻ. ഒരിക്കലും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വിടത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്നെങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു, ദൈവം നമ്മെ കൊണ്ടുചെല്ലും. എവിടേക്ക്? വാഗ്ദത്തങ്ങളിലേക്ക്, കനാനിലേക്ക്, ദൈവിക നന്മകളിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക്. ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകല വാതിലുകളും അടഞ്ഞ് പ്രതിസന്ധിയും ഇരുട്ടും മാത്രമാണ് മുൻപിലുണ്ടെങ്കിലും ദൈവം ചിലരെ കൊണ്ടുചെല്ലാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ മണിക്കൂറുകളായി തീരട്ടെ. അടുത്ത പദം എഴുതിയിരിക്കുന്നു, നമുക്ക് അത് തരും. കൊണ്ടുചെല്ലുക മാത്രമല്ല, കൊണ്ടുചെന്നിട്ട് നിരാശയോടെ വേദനയോടെ മടങ്ങി വരേണ്ടി വരുമെന്നല്ല, അത് നമുക്ക് തരും. നീണ്ട പല വർഷങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന് വലിയ യുദ്ധങ്ങൾക്കകത്തൊക്കെ ഏർപ്പെടേണ്ടി വന്ന് മാറയിലെ വെള്ളം കുടിച്ച് ഇങ്ങനെ എത്രയെത്ര നിരാശാജനകമായ സാഹചര്യങ്ങളെ അതിജീവിച്ച മുൻപിലോട്ട് വന്ന ഈ ജനം വാഗ്ദത്തത്തിലേക്ക് കയറാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രബലരായ ശത്രുക്കൾ അവിടെ വെല്ലുവിളിക്കുമ്പോൾ അവരുടെ കാതുകളിൽ വീണ പ്രത്യാശയുടെ വാക്കിതാണ്, മറക്കരുത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. യൗവനകാലത്ത്, വാർദ്ധക്യകാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നമ്മെ കൊണ്ടുചെല്ലും. എവിടോട്ട്? വാഗ്ദത്തങ്ങളിലോട്ട്, അനുഗ്രഹത്തിലോട്ട്. നിങ്ങൾ സ്വപ്നം കാണുന്ന, പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, നാളുകൾ കൊണ്ട് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന
ആ ദൈവിക വിടുതലുകളിലേക്ക് ദൈവം കൊണ്ടുചെല്ലും. മാത്രമല്ല, അത് നിങ്ങൾക്ക് തരും. സന്തോഷത്തോടെ അനുഭവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, ആ വാഗ്ദത്തത്തിന്റെ നന്മയെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപയാൽ സഹായിക്കട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശത്രുവിന്റെ വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിന് മുൻപിൽ പതറിപ്പോകാനും പരാജയപ്പെട്ടു പോകുവാനുമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, അത് ചില നന്മകളിലേക്കുള്ള യാത്രകളായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ആത്മിക അനുഭവങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് സകലരെയും സഹായിക്കണമേ. ഈ ദിവസം അനുഗ്രഹമാക്കി മാറ്റും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.